ഹലോ ഗൈസ്, ഹൗ ആർ യു? എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ഫ്രീ ആപ്പിൽ നിങ്ങൾക്ക് കിട്ടിയ കോയിൻസ് എങ്ങനെയാണ് ക്യാഷിലായിട്ട് കൺവേർട്ട് ചെയ്യാമെന്നാണ്. ഇപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ ഫ്രീ ആപ്പിനെ പറ്റിയുള്ള കൂടുതൽ അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കാം. അതുപോലെ ഈ ആപ്പിനെ പറ്റി നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ കേട്ടോ, ഞാൻ റിപ്ലൈ തരാം. അല്ലെങ്കിൽ വേറെ വീഡിയോ ആയിട്ടില്ല ഞാൻ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ കോയിൻസൊക്കെ ക്യാഷിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഒന്ന് നോക്കാം. ഇപ്പോൾ 2024 മുന്നേ ഒക്കെ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങളൊരു കോയിൻസിൽ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ സെല്ല് ചെയ്താൽ ഷിപ്പ് ചെയ്ത ഉടനെ തന്നെ ഈ നിങ്ങളുടെ ആപ്പിലേക്ക് കോയിൻസ് ക്രെഡിറ്റ് ആവും. പക്ഷേ അപ്പോൾ അത് നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ കഴിയൂല. ഡെലിവറി ആയ ശേഷം 3 ദിവസത്തിനുള്ളിൽ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അവിടെ കോയിൻസിൻ്റെ സെക്ഷനിൽ അവിടെ കാണാം എലിജിബിൾ ടു സെല്ല്, അവിടേക്ക് കോയിൻസ് ക്രെഡിറ്റ് ആവും. അവിടെ കോയിൻസ് കാണിച്ചാലേ നിങ്ങൾക്കത് സെല്ല് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതൊക്കെ നമ്മൾ ഒരു പ്രോഡക്റ്റ് വിറ്റാൽ അപ്പോൾ തന്നെ നമുക്ക് കോയിൻസ് സെല്ല് ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ പുതിയ വന്ന അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ 2 പ്രോഡക്റ്റ് നിങ്ങൾ ഈ ആപ്പിലൂടെ സെല്ല് ചെയ്യണം. പിന്നെ ഈ ആപ്പിലൂടെ എന്തെങ്കിലും ഒരു ചെറിയ പർച്ചേസ് ചെയ്തിരിക്കണം, എന്നാലേ നിങ്ങൾക്ക് കിട്ടിയ കോയിൻസ് നിങ്ങൾക്ക് ക്യാഷിലായിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയുള്ളൂ. ക്യാഷിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ നേരിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയില്ല കേട്ടോ. നമ്മൾ ക്യാഷിൽ വേണം എത്ര കോയിൻസാണ് നിങ്ങൾക്ക് ക്യാഷിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടത്, അത് നിങ്ങളവിടെ ബ്ലോക്കാക്കി വെക്കുക ചെയ്യുക. അപ്പോൾ വേറെ ഒരു ഈ ആപ്പിൽ വേറെ ഒരു വാങ്ങുന്ന ആൾ കോയിൻസ് വാങ്ങിയാലാണ് നമുക്ക് നമ്മുടെ കോയിൻസ് സെല്ലായി കിട്ടുക. അപ്പോൾ ഈ കോയിൻസിൻ്റെ വാല്യൂ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു വാല്യൂ ഇല്ല കോയിൻസിന്. അപ്പോൾ 1000 കോയിൻസിന് ഏകദേശം പറഞ്ഞാൽ ഒരു 150 രൂപ കിട്ടും, 1000 കോയിൻസ് നിങ്ങൾ സെല്ല് ചെയ്യുകയാണെങ്കിൽ. അതുപോലെ 3000 കോയിൻസ് നിങ്ങൾ സെല്ല് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 300, അത് ഞാൻ കാണിച്ചു തരാം സ്ക്രീൻ റെക്കോർഡ് ചെയ്തുകൊണ്ട്. അപ്പോൾ നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്താൽ ഹോം പേജിൽ തന്നെ ഏറ്റവും മുകളിലാണ് കോയിൻസിൻ്റെ ഐക്കൺ കാണാം, കോയിൻ്റെ. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്താൽ കാണാം നമ്മുടെ അക്കൗണ്ടിൽ എത്ര കോയിൻസ് ഉണ്ട്, എത്ര കോയിൻസാണ് വിൽക്കാൻ സെല്ല് ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ളത് എന്നൊക്കെ അവിടെ നോക്കിയാൽ കാണാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ 4637 കോയിൻസ് ഉണ്ട്, സെല്ല് കോയിൻസ് ആൻഡ് ഇൻ. അപ്പോൾ 4637 കോയിൻസ് വിറ്റാൽ എത്ര കിട്ടാൻ നോക്കാം. 637, ഞാൻ ഇത് മൊത്തം അവിടെ എൻ്റർ ചെയ്തത്. അപ്പോൾ അവിടെ കൊടുത്താൽ കാണാമായിരുന്നു. ഇപ്പോൾ ഇത് വിറ്റാൽ എനിക്ക് 602 രൂപയാണ് കിട്ടില്ല. അപ്പോൾ നേരെ മറിച്ച് ഞാനിപ്പോൾ 500 കോയിൻസാണ് ഞാൻ വിൽക്കാൻ പറ്റുന്നത് വെച്ചാൽ, അപ്പോൾ എനിക്ക് 115 കിട്ടും. അപ്പോൾ 1000 കോയിൻസ് വിൽക്കാൻ വെച്ചാൽ എനിക്ക് 230 രൂപ കിട്ടേണ്ടതാണല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം, 1000 കോയിൻസ് സെല്ല് ചെയ്യാൻ വെച്ചാൽ എനിക്ക് ഒരു 150 രൂപ കിട്ടുള്ളൂ. പക്ഷേ അത്രക്കും ബാക്കി എമൗണ്ട് അവർ കൺവീനിയൻസ് ഫീസായിട്ട് അവർ ഈടാക്കും. അതാണ്. അപ്പോൾ നിങ്ങൾ കഴിയുന്നത് പരമാവധി ഫസ്റ്റത്തെ 3 ഓർഡർ എന്തായാലും കോയിൻസിൽ മാത്രമല്ല വിൽക്കാൻ കഴിയുക. അത് നിങ്ങൾ 500 കോയിൻസിൻ്റെ അടിയിലേക്കുള്ള എന്തെങ്കിലും പ്രോഡക്റ്റൊക്കെ വിൽക്കുക. അതായത് നിങ്ങളുടെ കയ്യിൽ കുറഞ്ഞ 10-20 രൂപക്കൊക്കെ വിൽക്കാൻ പറ്റുന്നതുണ്ടാവുമല്ലോ, 10 കോയിൻസ് അല്ലെങ്കിൽ 50 100 കോയിൻസിനൊക്കെ വിൽക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ അതൊക്കെ വിറ്റാണ്ട് 3 ഓർഡർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റ് നിങ്ങൾ വിറ്റ് വയ്ക്കുക. ഞാനങ്ങനെ ചെയ്യാറ്. എന്തെങ്കിലും ഫസ്റ്റത്തെ 3 ഓർഡർ എന്തെങ്കിലും കുറഞ്ഞതിലൊക്കെ ആയിട്ട് അതും വാങ്ങാനൊക്കെ ആൾക്കാരുണ്ടാവും കേട്ടോ. ഫ്രീ ഷിപ്പിംഗ് ആണെങ്കിൽ ആൾക്കാർ വാങ്ങും. നിങ്ങൾ ഉപയോഗിക്കാത്ത എന്തെങ്കിലും പ്രൊഡക്റ്റൊക്കെ ഉണ്ടെങ്കിൽ വില കുറഞ്ഞുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആണ് കേട്ടോ. അവരോട് റിവ്യൂ വാങ്ങണം നിങ്ങൾ. അവരിപ്പോൾ ഒരാൾ ഓർഡർ ചെയ്താലുണ്ടല്ലോ, നമ്മൾ ബോക്സിലാക്കിയാണ്ട് കൊടുക്കുമല്ലോ, പാക്ക് ചെയ്ത് കൊടുക്കുമല്ലോ. അപ്പോൾ ആ പാക്കിൻ്റെ ഉള്ളിൽ പ്ലീസ് ഗിവ് മീ 5 സ്റ്റാർ പോസിറ്റീവ് റേറ്റിംഗ് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ പേപ്പറിൽ എഴുതാണ്ട് കൊടുത്താൽ മതി. അപ്പോൾ അവർ നിങ്ങൾക്ക് പോസിറ്റീവ് റേറ്റിംഗ് തരും, നല്ല ആളാണെങ്കിൽ കേട്ടോ. അവർക്ക് തരാൻ മനസ്സിലായില്ല. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ കോയിൻസ് കൺവേർട്ട് ചെയ്ത ഇതാണ് ഹിസ്റ്ററി ഞാൻ അവിടെ കാണിച്ചുതരാം. ഫസ്റ്റ് ഞാൻ സെല് ചെയ്തപ്പോൾ ഞാൻ 1000 കോയിൻസ് സെല് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വെറും 152 രൂപ മാത്രമാണ് കിട്ടിയത്. പിന്നെ രണ്ടാമത് 1000 കോയിൻസ് ഞാൻ സെല് ചെയ്യാൻ വെച്ചപ്പോൾ എനിക്ക് 180 രൂപ കിട്ടി. പിന്നെ ഞാൻ 2 പ്രാവശ്യം 3000 കോയിൻസ് വെച്ചാണ് സെല് ചെയ്തപ്പോൾ 390 രൂപ വെച്ചാണ് കിട്ടിയത്. പിന്നെ അതിൻ്റെ ശേഷം കിട്ടിയ കോയിൻസാണ് ഈ കാണുന്നത്. അത് ഞാൻ കുറേയായി ഞാൻ കോയിൻസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു. പക്ഷേ ഇതുവരെ ആരും വാങ്ങിയിട്ടില്ല, ഇത് കൺവേർട്ടായി കിട്ടിയിട്ടില്ല. അപ്പോൾ അതെന്തെങ്കിലും പ്രോഡക്റ്റ് ഈ കോയിൻസ് വെച്ച് പർച്ചേസ് ചെയ്യണം. അപ്പോൾ 3 സെല്ല് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾ പരമാവധി കഴിയുന്നതും നിങ്ങൾ ക്യാഷ് തന്നെ വിൽക്കാൻ നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് പോസിറ്റീവ് റേറ്റിംഗ് കിട്ടുന്ന ഉറപ്പാണെങ്കിൽ മാത്രം നിങ്ങൾ കോയിൻസിൽ വിൽക്കുക കേട്ടോ. അവർ തന്നെ ഇവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ.
സെയിൽ ഈസ് നോട്ട് ഗ്യാരണ്ടീഡ്, യു വിൽ ബി നോട്ടിഫൈഡ് വെൻ എ ബയർ ഈസ് ഫൗണ്ട്. ഈ കോയിൻസ് കൺവേർട്ട് ചെയ്യുന്നതിന് അവർ ഗ്യാരണ്ടി തരുന്നില്ല. അത് ചിലപ്പോൾ ഒരുപാട് സമയം എടുത്തേക്കാം, ചിലപ്പോൾ പെട്ടെന്ന് കിട്ടിയേക്കാം. ഇപ്പോൾ നിങ്ങൾ 3.5 സ്റ്റാറിൻ്റെ മേലെ റേറ്റിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് കൺവേർട്ടായി കിട്ടും. ചിലപ്പോൾ അതിൻ്റെ അടിയിലേക്കാണ് ഇത് എന്താ റേറ്റിംഗ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തോനെ സമയം എടുത്തേക്കാം. നിങ്ങളുടെ ഭാഗ്യം പോലെ ഉണ്ടാവും. കോയിൻസിൻ്റെ സെക്ഷൻ എടുത്ത് നോക്കാം. അപ്പോൾ സെൽ ഇവിടെ കാണാം, 4ാമത്തെ ഓപ്ഷൻ സെല്ല് കോയിൻസ് അറ്റ് ഡിസ്കൗണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ കാണാം. അതിൻ്റെ റൂൾസ് പറഞ്ഞ ഓപ്ഷനാണ്, അത് നിങ്ങൾ വായിച്ച് നോക്കണം. അതിപ്പോൾ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. അതും കൂടെ പറഞ്ഞ് ഞാനിത് വീഡിയോയിൽ ലെങ്ത്ത് കൂട്ടുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ 1000 കോയിൻസ് ഞാൻ സെല് ചെയ്യാൻ വെക്കാം. അപ്പോൾ ചെക്ക് ഏണിങ്സ് നോക്കിയാൽ അപ്പോൾ എത്ര ഇത് വിറ്റാൽ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടുന്നത് അവിടെ കാണിക്കും. അപ്പോൾ നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്താൽ ഇതുപോലെ 1000 കോയിൻസ് ബ്ലോക്ക്ഡ് കാണിക്കും. അപ്പോൾ അവിടെ കാണിക്കാം വെൻ എ ബയർ ഈസ് ഫൗണ്ട് കോയിൻസ് വിൽ ബി ഡിഡക്റ്റഡ് ഫ്രം യുവർ അക്കൗണ്ട് ഓട്ടോമാറ്റിക്കലി. യു വിൽ റിസീവ് ആൻ SMS ഓർ ഇമെയിൽ ടു അക്സെപ്റ്റ് ക്യാഷ് പേയ്മെൻറ്റ്. അപ്പോൾ വേറെ ആൾ കോയിൻസ് വാങ്ങുമ്പോൾ 1000 കോയിൻസ് വാങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഈ 1000 കോയിൻസ് നിങ്ങൾക്ക് സെല്ലായി കിട്ടും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ബ്ലോക്കാക്കി വെച്ച 1000 കോയിൻസ് ഇതിൽ നിന്ന് പോകും. എന്നിട്ട് നിങ്ങൾക്ക് SMS ആയിട്ടോ അല്ലെങ്കിൽ ഇതിന് നമ്പർ വെച്ചിട്ടുണ്ടല്ലോ, നമ്പർ വെച്ച് ലോഗിൻ ചെയ്ത് ആ നമ്പറിലേക്കോ അല്ലെങ്കിൽ മെയിൽ ID ആഡ് ചെയ്തിട്ടില്ലേ, ഗൂഗിൾ അക്കൗണ്ട് വെച്ച് വെരിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മെയിൽ IDയിലേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ക്യാഷ് പേ ഔട്ട് ചെയ്യാനുള്ള ഒരു ലിങ്ക് നിങ്ങളുടെ ഇതിലേക്ക് കിട്ടും. അപ്പോൾ ആ ലിങ്ക് കയറിയിട്ട് നിങ്ങൾ ഫോൺ നമ്പർ വെച്ച് കൊടുക്കുക. നിങ്ങൾ UPI മറ്റേ അക്കൗണ്ട് നമ്പറൊക്കെ അടിച്ചു കൊടുത്താൽ അതിലേക്ക് ഈ കോയിൻസ് സെൽ ചെയ്തതിൻ്റെ എമൗണ്ട് ഇതിലേക്ക് റിസീവ് ആവും കേട്ടോ. കോയിൻസ് വേറെ എങ്ങനെയൊക്കെ ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ ഇപ്പോൾ റിവാർഡ് സ്റ്റോർ എന്തെങ്കിലും വലിയ പർച്ചേസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഇവിടെ ഒരുപാട് സൊമാറ്റോ, നെറ്റിൻ്റെ, ബിഗ് ബാസ്ക്കറ്റിൻ്റെ അങ്ങനെ ഒരുപാട് കൂപ്പണിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. എന്താ പറയല്, ഗിഫ്റ്റ് കാർഡ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ 500 രൂപേൻ്റെ ഗിഫ്റ്റ് കാർഡ് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് 10 കോയിൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് 10 രൂപ സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെ 1000 കോയിൻസ് ആണെങ്കിൽ 20 രൂപ. അങ്ങനെ നിങ്ങൾക്ക് ഗിഫ്റ്റ് കാർഡ് വാങ്ങുന്നതിലൂടെ നിങ്ങൾക്ക് ഇതിലൂടെ സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ ഗ്രാബ് ഫ്രീ ഐറ്റംസ്, മറ്റുള്ളവർ കോയിൻസിൽ വിൽക്കുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. അതിന് ഡെലിവറി ഫീ ഉണ്ടാവും. ഉള്ളതും ഉണ്ടാവും, അതുപോലെ ഇല്ലാത്തതും ഉണ്ടാവും. പിന്നെ കൺവീനിയൻസ് ഫീസ് എന്തായാലും ഉണ്ടാവും, അത് നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. പിന്നെ നിങ്ങൾ വിൽക്കുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. ബൂസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു ദിവസം ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്താലോ അത് ഒരു ദിവസം നിങ്ങൾക്ക് 5 പ്രൊഡക്റ്റ് വരെ നിങ്ങൾക്ക് അങ്ങനെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. ഫ്രീ ബൂസ്റ്റിങ്ങുകളുണ്ട്. പിന്നെ ഫ്രീ ബൂസ്റ്റിങ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ക്യാഷ് ഇതിലുള്ള കോയിൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു ബൂസ്റ്റ് ചെയ്യാൻ 50 കോയിൻസ് അങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത ഒരു ഓപ്ഷനാണ് സെല്ല് കോയിൻസ് അറ്റ് ഡിസ്കൗണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞ ഡിസ്കൗണ്ടിൽ നിങ്ങളുടെ കോയിൻസ് വിൽക്കാം. പിന്നെ അതിൻ്റെ അടിയിൽ നിങ്ങളുടെ റെഫറൽ കോഡ് കാണാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ റെഫറൽ കോഡ് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഒരു റെഫറൽ കോഡ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ആ റെഫറൽ കോഡ് നിങ്ങൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് 300 കോയിൻസ് കിട്ടും. പിന്നെ നിങ്ങളുടെ റെഫറൽ കോഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്താൽ അവർ 5 പ്രൊഡക്റ്റ് സെല് ചെയ്താൽ നിങ്ങൾക്ക് 300 രൂപ വരെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.